അങ്ങനെ ഇസൂനൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഡോമിലും എത്തി. അവരെയും എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ്. എക്രോയിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ മാസത്തിൽ ഏകദേശം 2 പ്രാവശ്യമെങ്കിലും ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ബുഫേ ടൈപ്പ് നമുക്ക് എടുക്കാം. ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഫുഡ് എടുക്കണോ അതിനനുസരിച്ചുള്ള കാശേ കൊടുക്കുന്നുണ്ട്. അതായത് 100 ഗ്രാമിന് €1.70 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഗ്രാം കണക്കിനാണ് ഫുഡ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് എടുത്താൽ അതിനനുസരിച്ചുള്ള കാശ് കൊടുത്താൽ മതി അങ്ങനെ. അപ്പോൾ നമ്മൾ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുറേ ചിക്കൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ഫിഷിൻ്റെ ഉണ്ടായിരുന്നു, ബീഫിൻ്റെ ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നില്ല അന്ന്. ഞങ്ങൾ ചിക്കനും മീനും ബീഫും ഒക്കെ എടുത്തിട്ടുണ്ട്. കുറേ പിന്നെ റൈസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഒരുപാട് സാലഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ സാലഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവിധ ഐറ്റംസും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന കുറേ സാലഡും ചെറിയൊരു പീസ് ചിക്കനും സ്മാഷ്ഡ് പൊട്ടാറ്റോ അങ്ങനെയൊക്കെ കഴിക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞങ്ങൾ കുറേ ഫുഡ് എടുത്തിട്ട് ഞങ്ങൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറേ നേരം ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി നന്നായി ഫുഡ് കഴിച്ചു കേട്ടോ. ആ ഫുഡ് ഇത്രയധികം കിട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത്. ഈസയും നന്നായി ഫുഡ് കഴിച്ചു. കാരണം അവൾ സ്കൂളിൽ വിട്ട് തന്നെ കാരണം അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റൊന്ന് നടന്ന് കണ്ടു. അപ്പോഴാണ് അവിടെ ഒരു കപ്പ് കണ്ടത്. അതിന് ശേഷം എല്ലാവർക്കും തോന്നിയ ഒരു ബോബയും കൂടി കുടിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങളൊരു ബോബയും കുടിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.